നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളെ കാണാനുള്ള പോക്കാണ് കേട്ടോ ഇത്. അപ്പൊ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഗുണം പോലെ തന്നെ ദോഷമുള്ള സംഭവമാണല്ലോ. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കണം. അതായത് കൊച്ചു തെരേസയ്ക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചു തെരേസ എങ്ങനെ ഉപയോഗിക്കായിരുന്നു? ഡൊമിനിക് സാവിയോക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉപയോഗിക്കായിരുന്നു? ഇത് കേൾക്കുമ്പോൾ ശരിയാണെങ്കിലും ഇടയ്ക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ പേരിന് മുമ്പിലുള്ള ആ ഒരു വി എന്ന് പറഞ്ഞ സംഭവം കാണത്തില്ലായിരുന്നു. അതൊരു ന്യായമായ സംശയമാണല്ലേ. പക്ഷെ ഇനിയിപ്പോ ആ ഒരു ഡയലോഗിന് പ്രസക്തി ഇല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഉപയോഗിച്ച ഒരാളിപ്പോ പേരിന് മുമ്പിൽ വീം വെച്ച് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ കാർലോ അക്വിറ്റീസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ടീഷർട്ടും ജീൻസൊക്കെ ധരിച്ച് ഇന്റർനെറ്റും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് വിശുദ്ധിയുടെ പടികൾ ചവിട്ടി കയറിയ വിശുദ്ധൻ. എന്തായാലേ അത് മാത്രമല്ലല്ലോ, അഴുകാതെ ഇങ്ങനെ ഇരിക്കുമല്ലേ. ഫോട്ടോ കാണുമ്പോ തന്നെ കൊതി വരില്ലേ, ഉറങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നത്. മുൻപ് വിശുദ്ധരെന്നൊക്കെ പറയുമ്പോ എന്തോ ഭയങ്കര ഒരു ഗ്യാപ്പായിരുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച ഭയങ്കര വലിയ മനുഷ്യർ എന്നൊക്കെ ഒരു സംഭവം. പക്ഷെ ഇപ്പൊ അത് മാറിക്കിട്ടി. ശരിക്കും കാർലോയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ കണ്ണു നിറയും. എന്നോട് തന്നെ പുച്ഛം തോന്നും. കാരണം നമുക്കെന്താ ഇതിങ്ങനെയൊക്കെ പറ്റാത്തെന്നൊരു സങ്കടം. കാർലോ എന്റെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. ഞാൻ കാർലോ ചേട്ടാന്നാട്ടോ വിളിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പുള്ളിനെ. കാരണം നമ്മുടെയൊക്കെ ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു വിശുദ്ധനല്ലേ. അപ്പൊ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് തോന്നുമല്ലോ. സംഭവത്തിൽ ക്രിഞ്ചാണെങ്കിലും ഞാൻ നിങ്ങളോട് ആയതുകൊണ്ട് പറയാം. ഞാനവിടെ യൂട്യൂബ് ചാനലിന്റെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാനും എന്റെ കാർലോ ചേട്ടനും കൂടെ ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്ത് പ്രൊഫൈലൊക്കെ ആക്കിയത്. അപ്പൊ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർലോയെ. അപ്പൊ നമ്മുടെ ഇടവക പള്ളിയിലെ യുവദീപ്തി ഫൊറോനയുടെ നേതൃത്വത്തിലെ വിശുദ്ധന തിരുശേഷിപ്പ് കൊണ്ടുവന്നിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പരിചയം തോന്നി കൃപയെന്നൊരു കുട്ടി സംസാരിക്കാൻ വന്നു. ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഭയങ്കര ഒരു അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആകാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കിയേ. കാർലോയുടെ സാഹചര്യം അല്ല നമ്മുടെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞ തടിത്തപ്പാൻ നമ്മുടെ മനസ്സ് പറയും. പക്ഷെ മൈൻഡ് ചെയ്യരുത്. കാരണം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നല്ലേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ നിമിഷവും കാർലോ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറണം. എന്തുകൊണ്ട് എനിക്കൊരു കാർലോ ആയിക്കൂടാ? ഏത്